നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സമൂഹമാധ്യമ സൈറ്റുകൾ നിരോധിച്ച് നേപ്പാൾ ഭരണകൂടം. മന്ത്രാലയം പുറപ്പെടുവിച്ച നോട്ടീസ് പ്രകാരം ഓഗസ്റ്റ് 28 മുതൽ സമൂഹമാധ്യമ കമ്പനികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ 7 ദിവസത്തെ സമയം നൽകിയിരുന്നു. ബുധനാഴ്ച രാത്രി സമയപരിധി അവസാനിപ്പിച്ചപ്പോഴും മെറ്റ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, ആൽഫബറ്റ്, യൂട്യൂബ്, എക്സ് മുൻപ് ട്വിറ്റർ, റെഡിറ്റ്, ലിങ്ക്ഡിൻ എന്നിവയുൾപ്പെടെ വമ്പൻ പ്ലാറ്റ്ഫോമുകളൊന്നും അപേക്ഷ സമർപ്പിച്ചില്ല. അതേസമയം ടെലഗ്രാം, ഗ്ലോബൽ ഡയറി എന്നിവ രജിസ്ട്രേഷനായി അപേക്ഷിച്ചിട്ടുണ്ടെന്നും അതിന്റെ അംഗീകാര പ്രക്രിയയിലാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ കമ്പനികളും നേപ്പാൾ സർക്കാരിന്റെ തീരുമാനത്തെക്കുറിച്ച് ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളുടെ ഉപയോഗം കൈകാര്യം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം നിർബന്ധമാക്കിയ രജിസ്ട്രേഷൻ പ്രക്രിയ പാലിക്കാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാനുള്ള തീരുമാനം മന്ത്രി പൃഥ്വി സുബ ഗുരുങ്ങിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് എടുത്തതെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. രജിസ്റ്റർ ചെയ്യാത്ത സോഷ്യൽ മീഡിയ സൈറ്റുകൾ പ്രവർത്തനരഹിതമാക്കാൻ മന്ത്രാലയം നേപ്പാൾ ടെലികമ്മ്യൂണിക്കേഷൻസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ടിക്ടോക്ക് അടക്കം ലിസ്റ്റ് ചെയ്ത മറ്റ് 5 പ്ലാറ്റ്ഫോമുകളും ഈ പ്രക്രിയയിലുള്ള 2 ഒഴികെ മറ്റുള്ളവയെല്ലാം നേപ്പാളിനുള്ളിൽ നിർജീവമാകുമെന്ന് മന്ത്രാലയ വക്താവ് ഗജേന്ദ്രകുമാർ താക്കൂർ പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ അത് അന്നേ ദിവസം തന്നെ വീണ്ടും തുറക്കുമെന്നും കൂട്ടിച്ചേർത്തു.